പേടിച്ചു പോയി. നന്ദനും ഗൗരവത്തിനും വരണ വഴിയാ. എവിടെ പാമ്പ്? തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തൻ വെള്ളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ? വേണുട്ടും കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അച്ഛന്താ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളാ നന്ദാ. പൂച്ച, എട്ടുകാലി, ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കാ രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണോനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഇതാ വരുന്നുണ്ട്. വാ അമ്മു. നിങ്ങളെപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. വാ. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങക്ക് കുറച്ചു ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂന് ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ? ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോടെ ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്ക്. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മു വേണു. എന്താ ഇത്ര വൈകണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ. ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി പോകും. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. അതവൾ ഓർമ്മിച്ചു കൊണ്ടുവന്നല്ലോ. മക്കളെ കണ്ടും മാമ്പു കൊണ്ടും കൊതിക്കല്ലേ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഏയ്, ഒരു ചൊല്ലിലും കൊതു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോണു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും.